ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈ ആണ്. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പാവയ്ക്ക എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സവാള വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ആദ്യം തന്നെ ഈ പാവയ്ക്കയും സവാളയും പച്ചമുളകും ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കുക. ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക അതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാവയ്ക്കയുടെ ഒരു കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ വേണം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ പാവയ്ക്ക ഒന്ന് നിറം മാറി വരുന്ന സമയം കൊണ്ട് ഞാൻ സവാളയും പച്ചമുളകും കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സവാള കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ പാവയ്ക്ക ഫ്രൈ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. പാവയ്ക്ക മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. പാവയ്ക്കയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള പാവയ്ക്കയും വറുത്ത് കോരി മാറ്റി വെക്കാം. പാവയ്ക്ക എല്ലാം തന്നെ വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പാനിലെ ബാക്കി വന്ന എണ്ണ മൊത്തം മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയായി ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും കയ്പില്ല ഈ പാവയ്ക്ക ഫ്രൈക്ക്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.